റൗണ്ടിലില്ലേ ആ മറ്റേ പൂ എടുത്തിട്ട് ആ റെഡ് കളറ് അതെടുത്ത് മോളെ വൃത്തി പെട്ടെന്നിട്. എന്താ ഒരു ഉഷാറില്ലാത്ത മോനെ അതെന്താണ് മോനെ നിന്റെ കയ്യില്? എന്താ മോനെ? അമ്മ ചോദിച്ചത് കേട്ടില്ലേ? ഇവിടുത്തെ കാണിച്ച മുത്തശ്ശിക്ക് നമ്മുടെ മിനിയുടെ ഫോട്ടോ അല്ലേ അമ്മേ? നമ്മുടെ താമരമാമന്റെ മോളില്ലേ ബാംഗ്ലൂര് നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടി. ഓ ഇത് എന്റെ ഏട്ടന്റെ മോള് മിനി. വന്ന് പേരും മറന്നുപോയി. അതെങ്ങനെയാ, വർഷം കുറെ ആയില്ലേ കണ്ടിട്ട്. അതല്ല ഈ ചെക്കൻ ഇത് എവിടുന്ന് കിട്ടി? മോനെ 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 എവിടുന്ന ഈ ഫോട്ടോ കിട്ടിയേ? പഴയ പുസ്തകത്തിൽ കിട്ടിയതാ. അമ്മ മോനോട് പറഞ്ഞിട്ടില്ലേ അനുവാദം ഇല്ലാതെ മറ്റുള്ളവരുടെ സാധനങ്ങളൊന്നും എടുക്കരുതെന്ന്? നമ്മുടെ മോൻ നല്ല മോനല്ലേ? പോവാനിരിക്കുന്നതല്ലേ, സാരി അപ്പൊ അതാണ് അവൻ ഏത് നല്ല പെൺകുട്ടികളെ ഫോട്ടോ കാഴ്ചാൽ ഇഷ്ടപ്പെടാത്തത്. എന്നാലല്ലേ ജയ വലിയ പ്രേമമായിരിക്കും അമ്മേ. അവളോട് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ ബാംഗ്ലൂരിൽ പോകുന്നതിന് മുമ്പ് അവളോട് വരാറുണ്ടെന്ന്. പിന്നെ അവനുമായി ഏതേലും മൂലയിൽ ഒഴിഞ്ഞു മാറിയുള്ള സംസാരം എന്നിട്ട് പണ്ടേ ഞാൻ ശ്രദ്ധിച്ചതാണ്. അവനിപ്പോ ദുബായി പോയിട്ട് 4 വർഷമായില്ല അമ്മേ. അവന് അമ്മയും വേണ്ട പെണ്ണന്മാരെയും വേണ്ട. അവളിപ്പോ ഇങ്ങോട്ട് വരാറൊന്നുമില്ലല്ലോ. ആരെ കാണാനാന്ന് എത്തിക്കോ. ഹലോ ജയമാമ, ഞങ്ങളിവിടെ പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആണോ? കൊള്ളാലോ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഓണം ആഘോഷിക്കുകയാണല്ലേ ഇവിടെ? ആഹാ. ജയമാമൻ എപ്പോഴാ വരുന്നേ? അയ്യോ, ഇപ്പൊ എങ്ങനെയാ മാമൻ വരിക? ഇപ്പൊ വരാൻ പറ്റില്ലല്ലോ മാമനെ. ഹലോ എടാ ജയ, നിനക്ക് 100 ആയുസാ. നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി എന്താ കാര്യം? പറ. നിന്റെ കല്യാണ കാര്യം നിനക്കോ അതിനെ പറ്റിയൊരു വിചാരമില്ല. ഈ കൊറോണ കാലത്താണ് കല്യാണം. ഒന്ന് പോ ചേച്ചി ചുമ്മാ. നീ ഇപ്പൊ ഈ ഓണത്തിനെങ്കിലും വരണോടായിരുന്നോ? അമ്മക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ വന്ന ക്വാറന്റൈൻ അങ്ങനെ 100 കൂട്ട കാര്യങ്ങളാണ്. ശരിയാ, നിനക്കിപ്പൊ അമ്മേനെ വേണ്ടല്ലോ. ഈ 4 വർഷമായാലും ഇവിടുന്ന് പോയിട്ട്. എന്റെ പൊന്നമ്മേ, ഈ മിലിറ്ററി കഥ നിർത്താവോ? ഞാൻ വരുന്നുമില്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട. കുറെ കാലത്തിന് ശേഷം ഏട്ടനെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. മിനിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് കോവിഡ് ഡ്യൂട്ടിക്ക് മെഡിക്കൽ കോളേജിൽ കയറിയെന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യം ഏട്ടനോട് പറഞ്ഞ ഏട്ടന് നല്ല സന്തോഷമാവും. ഈ കോവിഡ് ഡ്യൂട്ടിക്ക് വന്ന വീട്ടിലാണോ അമ്മ കല്യാണാലോചനയായിട്ട് പോകുന്നത്? എൻ്റെ അമ്മയെ മതിയാക്ക്, ഒന്ന് വെച്ചേ ഫോണ്. ഞാൻ അവളോട് പറയാ കോവിഡ് ഡ്യൂട്ടിക്ക് പോട്ടാതെ. ഞങ്ങൾ ഇത് ഉറപ്പിക്കാൻ പോവാ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി, ഞാൻ വെക്കുക. എനിക്ക് താല്പര്യമില്ല, ഞാൻ വെക്കാണ്. ഓക്കെ ശരി, ബൈ.
എടാ വെക്കല്ലേ, കേൾക്ക് പറയുന്നതേ. ഏയ് ജയ, ഫോൺ കട്ടിയില്ലേ? ഏട്ട കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ പറഞ്ഞിരുന്നു അവള് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടിക്ക് കയറിയിരുന്നു. കോവിഡ് ഡ്യൂട്ടിക്ക് അതും. താൽക്കാലിക നിയമനല്ലേ അമ്മേ? ആ നീ പോവാൻ റെഡി ആയിട്ട് ഈ മൊബൈൽ കളിച്ചോണ്ടിരിക്കുന്നേ. ഓട്ടോ വിളിച്ചിട്ടുണ്ടമ്മേ, അത് വരട്ടെ എന്നിട്ട് പോവാം. എത്ര പെട്ടെന്നാ ഓണ കഴിഞ്ഞത്. വിലാസിനെയും കുട്ടികളും ഭർത്താവിന്റെ വീട്ടിലോട്ട് പോയപ്പോ വീണ്ടും ഞാൻ തനിച്ചായി. ജയൻ ഒരു പെണ്ണ് കെട്ടി കൊണ്ടുവന്നാലേ എനിക്ക് ആളാവുള്ളൂ. അതെനിക്ക് പറഞ്ഞിട്ടെന്താ. എന്തായാലും നാളെ ആവട്ടെ ലെനീഷിനെ ഒന്ന് വിളിച്ചു നോക്കാം. അവര് പണ്ടത്തെ ചങ്ങായി അല്ലേ, കാര്യങ്ങളെല്ലാം അവനറിയും. വീട്ടിലെ അമ്മയാണല്ലോ, എടുക്കണോ? ഉപദേശമായിരിക്കോ? ചിലപ്പോ എന്തെങ്കിലും ആവശ്യം കാണും. പോയിട്ട് കാലല്ലേ, എടുത്തു നോക്കാം. ഹലോ അമ്മേ, പറയൂ. എടാ പനി ലെനീഷേ, ഇത് ജയന്റെ അമ്മയാടാ. കൊറേ നാളായല്ലോ അതിന് ഈ വഴിക്ക് കേട്ടിട്ട്. അതിന്റെ പെണ്ണുകെട്ട് പുറത്തിറങ്ങി കൂടെ എന്നുണ്ടടാ. അമ്മയോടാരെ പറഞ്ഞേ? അമ്മ തിരക്കായി പോയി, അതാണ്. അല്ല, കോവിഡ് ആയതുകൊണ്ട് ഞാനങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല, അതാണമ്മേ. ജയൻ നിന്നോട് വല്ലതും പറഞ്ഞോ? നമ്മളെ ജയനും ഇനിയും ഇഷ്ടത്തിലാണോടാ? ബാംഗ്ലൂരില്ലേ എന്റെ ഏട്ടന്റെ മോള്? നേഴ്സിംഗിന് പോകുന്ന സമയത്തോ മറ്റോ ആണ് ഞാൻ അവളെ അവസാനമായിട്ട് കണ്ടത്. നേഴ്സിംഗിന് പോകുന്നത് അവനത്ര ഇഷ്ടമായിരുന്നില്ല. ആണോ? എന്നിട്ടാണോ അവൻ ഇപ്പോഴും അവളുടെ ഫോട്ടോയും കൊണ്ടിരിക്കുന്നത്? പുതിയ ഫോട്ടോ കിട്ടിയെന്നോ? അവന് ഡയറിന്ന്. അതാണെങ്കിൽ അവൻ എന്നോട് പറയണ്ടാണല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോ കൊടുത്തതായിരിക്കും ഫോട്ടോ. എന്തായാലും നീ ഇപ്പൊ അവനോടൊന്ന് ചോദിക്കാൻ പോണ്ട. ആ ലിനീഷേ, ഞാൻ ഇന്ന് തന്നെ ഏട്ടനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയട്ടെ. പറ്റിയ ഡേറ്റ് വേണം പറയണം. ഓക്കെ എന്നാ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഒരു ദിവസം വിളിച്ചിട്ട് വരണോട്ടാ. ശരിയമ്മേ, ഞാൻ എന്തായാലും എത്താം. ഹലോ, ആ എടാ ലെനീഷേ. എടാ ജയ, കള്ള, നീ എന്നെ പറ്റിച്ചു അല്ലേ? എടാ നീയല്ലേ, നിന്റെയല്ലേ കല്യാണം കഴിഞ്ഞേ, നീ എന്നെയാണോ വട്ടനാക്കുന്നേ? ആ, അമ്മ എന്നെ വിളിച്ചിരുന്നു നിശ്ചയം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. എടാ അമ്മ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഈ അമ്മേനെ കൊണ്ട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. എനിക്ക് വേണ്ട, താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് അമ്മയോട്. എടാ, ഇവിടെ എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാന്നാ.
ശരി, നീ വെച്ചേ. ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിക്കട്ടെ. ഞാനെന്തായാലും ഫ്ലാറ്റിലെത്തിയിട്ട് അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ഈ അമ്മ എന്താ ചെയ്തു വെച്ചിരുന്ന് അറിയില്ലല്ലോ. ശരിടാ, ഓക്കെ ഓക്കെ, ബൈ. ഓക്കേടാ, നീ വിളിക്കുന്നല്ലേ. ഓക്കെ. ഹലോ, ഓർമ്മയുണ്ടോ? എന്നെയല്ലേ മറന്നത്? എന്താ വിശേഷിച്ച് വിളിക്കാൻ? ഹാ, വലിയ വിശേഷമുണ്ടല്ലോ. അറിഞ്ഞില്ലേ? അമ്മ നമ്മുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. എന്റെ ഡയറിയിൽ നിന്ന് നിന്റെ ഫോട്ടോ കിട്ടി. അമ്മ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. കല്യാണോ? ഏട്ടൻ എന്തായി പറയണേ? എനിക്ക് നിന്നെ ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെ ശരിയാ, പക്ഷേ എന്നെ ധിക്കരിച്ചല്ലേ നീ നഴ്സിംഗ് പഠിക്കാൻ പോയത്. എനിക്കിഷ്ടല്ല എന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ? ഇല്ലല്ലോ. കുട്ടിക്കാലം മുതലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് വെള്ളക്കുപ്പായം. ഓ, നിന്റെ ഒരു പാഷൻ. ഒരു നിമിഷം കൊണ്ട് ഞാനത് വേണ്ടാന്ന് വെക്കണോ? മറ്റെന്തെങ്കിലും ഏട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെച്ചേനെ. ഈ കോവിഡ് പോലുള്ള മഹാമാരികൾ ഇനിയും വരും. ഇതൊന്നും പെട്ടെന്നൊന്നും തീരില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സന്തോഷിക്കാൻ കഴിയൂ? എന്നും കഷ്ടപ്പാടും ഡ്യൂട്ടിയും തിരക്കും. ഈ കോവിഡ് ഡ്യൂട്ടി സമയത്ത് കുട്ടികളെയൊക്കെ വിട്ടിട്ടല്ലേ നിങ്ങൾ നഴ്സുമാർ ജീവിക്കുന്നത്? കുടുംബത്തെ ഉപേക്ഷിച്ച് എല്ലാം മറന്നുകൊണ്ട് സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തി നിങ്ങൾ ജോലി ചെയ്യുന്നത്. അതിനുള്ള വേതനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? വെറും തുച്ഛമായ ശമ്പളം. ഇതിനല്ലേ നീയൊക്കെ ജോലി ചെയ്യുന്നത്? കഷ്ടം തന്നെ. ആരോഗ്യമുള്ള ശരീരമുള്ളതുകൊണ്ടല്ലേ ഏട്ടനിപ്പോ ഇങ്ങനെ പറയുന്നേ? അതില്ലാണ്ടായി തീർന്നല്ല. ഇവിടുത്തെ ഗവൺമെന്റ് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ജോലി നീ ചെയ്യുന്നത്? അതുകൊണ്ട് എനിക്ക് വയ്യ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ. മറ്റുള്ളവരുടെ വേദന അറിയാൻ അറിവുള്ളൊരു മനസ്സ് വേണം. ദൈവം എനിക്കത് തന്നു. ആശുപത്രി കിടക്ക വിട്ടു പോകുമ്പോഴുള്ള മനസ്സ് നിറഞ്ഞൊരു ചിരിയുണ്ടല്ലോ, അതാ ഏട്ടാ ഏത് പൈസയെക്കാളും മൂല്യമുള്ളത്. ഏട്ടന്റെ സ്നേഹത്തെക്കാളും എനിക്ക് വലുതാകാം. നിപ 60% സ്വകാര്യ ആശുപത്രികളും സർക്കാർ നിശ്ചയിച്ച 12,500 രൂപ മിനിമം വേതനം നൽകാതെ നഴ്സുമാരെ വഞ്ചിക്കുകയാണ് ഇപ്പോഴും. 20,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം സംസ്ഥാന സർക്കാരും കാറ്റിൽ പറത്തിയതോടെയാണ് നഴ്സുമാർ സമരത്തിനിറങ്ങുന്നത്. സ്വന്തം ജീവനപ്പുറവും അർത്ഥമുണ്ടെന്ന് തിരിച്ചറിഞ്ഞവൾ. ശരീരമുള്ളതുകൊണ്ടല്ലേ ഏട്ടനിപ്പോ ഇങ്ങനെ പറയുന്നേ? അതില്ലാണ്ടായി തീർന്നല്ല. ഹലോ അമ്മ, ഞാൻ മിനിയെ വിളിച്ചിരുന്നു. ആ മോനെ, എന്തു പറ്റി? എന്തു പറ്റിയടാ? അവളുടെ നന്മ കാണാൻ തിന്മകൾ നിറഞ്ഞ എന്റെ കണ്ണുകൾക്ക് കഴിയാതെ പോയി അമ്മേ. മിനിയെ വേദനിപ്പിച്ചപ്പോ ഒരു കാര്യം എന്റെ മോൻ ഓർക്കണമായിരുന്നു. 30 വർഷത്തോളം മിലിറ്ററി നേഴ്സായി ജോലി ചെയ്തതിന്റെ ആത്മവിശ്വാസം. മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് സിസ്റ്ററെ എന്നുള്ള വിളിയാടാ. ഈ ഭൂമിയിലെ എന്റെ കാവൽ മാലാഖയെ സ്വന്തമാക്കാൻ ഞാൻ വരികയാണമ്മേ. ഭൂമിയിലെ മാലാഖ ഇനി എന്റെ മോന്റെ ജീവിതത്തിലെ കാവൽ മാലാഖയാവട്ടെ. ദൈവം നിങ്ങളെ കനിഞ്ഞനുഗ്രഹിക്കട്ടെ. സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടി, സ്വപ്നത്തിൻ മാളിക പടുത്തുയർത്തി, കാണാക്കടലിൻ്റെ അക്കരയായി കാണാമനസിൻ്റെ ജന്മദുഃഖം
പാടാത്ത പാട്ടിൻ്റെ ഈണമായി പാടവരമ്പത്തെ തുമ്പയായി ആകാശം തെളിയുമ്പോൾ നിൻ രൂപം എൻ ഹൃദയത്തിൽ നിറയുന്ന നിമിഷത്തിൽ മോഹമായി ഞാനലിയും ആകാശം തെളിയുമ്പോൾ നിൻ രൂപം എൻ ഹൃദയത്തിൽ നിറയുന്ന നിമിഷത്തിൽ മോഹമായി ഞാനലിയും സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടി സ്വപ്നത്തിൻ മാളിക പടുത്തുയർത്തി കാണാക്കടലിൻ്റെ അക്കരയായി കാണാമനസിൻ്റെ ജന്മദുഃഖം. ചേട്ടാ എന്തിനാ വീണ്ടും വിളിച്ചത്? എന്നോട് ക്ഷമിക്കുന്നു. മാപ്പ്. എൻ്റെ അറിവില്ലായ്മയ്ക്ക് മാപ്പ്. ഒരു നേഴ്സ് ആരാണെന്ന് നീ പറഞ്ഞു തന്നു. ഈ ഭൂമിയിലെ മാലാകമാർ തന്നെയാണ് നേഴ്സുമാർ. എന്നോട് ക്ഷമിക്കുന്നു. എന്തായാലും ജേട്ടൻ എങ്ങനെയൊക്കെ പ്രൊഫഷനെ മനസ്സിലാക്കിയല്ലോ. അത് ചേട്ടാ ഒരു എമർജൻസി, ഞാൻ പിന്നെ വിളിക്കാവേ.